അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താ പറയുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ മെറ്റാലിക് കണ്ടക്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടർ. മെറ്റാലിക് കണ്ടക്ടറും ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടറും തമ്മിലുള്ള ഡിഫറൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇതിനെ കുറച്ചുകൂടി ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് എന്താണ്? മെറ്റാലിക് കണ്ടക്ടർ, അതായത് നമ്മളൊരു കോപ്പർ വയർ എടുക്കുക, അതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുക. പാസ് ചെയ്തതിന് ശേഷം എത്ര ഇലക്ട്രിസിറ്റി അതിൽ ഫ്ലോ ചെയ്തു എന്ന് മെഷർ ചെയ്യുക. എത്ര ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതിൽ മെഷർ ചെയ്യാം കേട്ടോ. അതിന് ശേഷം കോപ്പർ വയറിനെ ചൂടാക്കുക, എന്നിട്ട് അതിലൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യിപ്പിക്കുക. എന്നിട്ട് എത്ര ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്തു എന്ന് നമ്മൾ മെഷർ ചെയ്യുക. അപ്പൊ നമ്മൾക്ക് കാണുന്നത് എന്താണ്? ഹീറ്റ് ചെയ്ത കോപ്പറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അതിൽ ഫ്ലോ ചെയ്യുന്ന കറന്റിന്റെ അളവ് കുറവാണ്. അപ്പൊ അതിന് കാരണം എന്താണ് പറഞ്ഞത്? കോപ്പർ വയറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ ആണ് ഇലക്ട്രിക്കൽ എനർജിനെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ. പക്ഷെ ഇന്നർ ഇലക്ട്രോണോ ന്യൂക്ലിയസിന് ആരാളുള്ളത്? പ്രോട്ടോണും ന്യൂട്രോണും. അതിന് മൂവ്മെന്റ് ഇല്ല, അത് മൂവ് ചെയ്യുന്നില്ല. പക്ഷെ അതിന് ചെറിയ വൈബ്രേഷൻ ഉണ്ടാവും. അതായത് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ ഫ്ലോ ചെയ്യുമ്പോൾ ഇന്നർ ഇലക്ട്രോണും ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തും. ആ തടസ്സപ്പെടുത്തുന്നതിനെ നമ്മൾ എന്താ വിളിക്കുക? റെസിസ്റ്റൻസ് എന്നാണ് പറയുക കേട്ടോ. അത് ചൂടാക്കിയിട്ടില്ലെങ്കിലും കോപ്പർ വയറിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. എല്ലാ മെറ്റലിനും റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകൾ ഇലക്ട്രിക്കൽ എനർജി ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഇന്നർ ഇലക്ട്രോണും ന്യൂക്ലിയസും അതിനെ തടസ്സപ്പെടുത്തും. തടസ്സപ്പെടുത്തുന്നതിന്റെ അളവ് കൂടുതലാണെങ്കിൽ നമ്മൾ പറയും അതിന് റെസിസ്റ്റൻസ് കൂടുതലാണെന്ന് പറയും. ഓക്കെ കേട്ടോ. നമുക്കറിയാം ഗോൾഡും സിൽവറും നല്ല ഇലക്ട്രിക്കൽ കണ്ടക്ടറാണ്. കാരണം എന്താണ്? ഗോൾഡിന്റെ ഇന്നർ ഇലക്ട്രോണും ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിന്റെ ഫ്ലോനെ തടസ്സപ്പെടുത്തുന്നതിന്റെ അളവ് കുറവാണ്. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി പെട്ടെന്ന് ഫ്ലോ ചെയ്യും. ഓക്കെ. അപ്പൊ ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പൊ അത് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇന്നർ ഇലക്ട്രോണും ന്യൂക്ലിയസും ചെറിയൊരു തടസ്സപ്പെടുത്തൽ ചെയ്യും. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ അതിനെ ചെറിയൊരു തടസ്സപ്പെടുത്തൽ ഇന്നർ ഇലക്ട്രോണും ന്യൂക്ലിയസും ചെയ്യും. പക്ഷെ ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇന്നർ ഇലക്ട്രോണും ന്യൂക്ലിയസും വൈബ്രേറ്റ് ചെയ്യും. അത് മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ മുങ്ങി കളിക്കും. അപ്പൊ എന്താ സംഭവിക്കുക? ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തും കേട്ടോ. അതായത് ഹീറ്റ് ചെയ്യുമ്പോൾ ഇന്നർ ഇലക്ട്രോണിന്റെയും ന്യൂക്ലിയസിന്റെയും വൈബ്രേഷൻ കൂടും. വൈബ്രേഷൻ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റെസിസ്റ്റൻസ് കൂടും. റെസിസ്റ്റൻസ് കൂടുന്നതിന്റെ ഫലമായി ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിന് ശരിക്കും ഫ്ലോ ചെയ്യാൻ പറ്റില്ല. അപ്പം ഇലക്ട്രിസിറ്റിന്റെ അളവ് ചൂടാക്കിയ കോപ്പർ കമ്പിയിലൂടെ നേരത്തെ ഫ്ലോ ചെയ്യുന്ന അത്ര ഫ്ലോ ചെയ്യൂല കേട്ടോ. അതാണ് നമ്മൾ പറയുന്നത്. ഇനി അതാണ് പറയുന്നത്, when temperature increases, electricity decreases. It is due to increase in the resistance of the metal. മെറ്റലിന്റെ റെസിസ്റ്റൻസ് കൂടും. കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ വൈബ്രേഷൻ കൂടുന്നത് കൊണ്ടാണ് കേട്ടോ. ന്യൂക്ലിയസിന്റെയും ഇന്നർ ഇലക്ട്രോണിന്റെയും വൈബ്രേഷൻ കൂടും കേട്ടോ. വൈബ്രേഷൻ കൂടുക എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടുക, അതായത് തടസ്സപ്പെടുത്തൽ കൂടും. അതിന്റെ ഫലമായി ഇലക്ട്രിസിറ്റിന്റെ അളവ് കുറയും. പക്ഷേ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടറിൽ അങ്ങനെയല്ല. നമ്മൾ സോഡിയം ക്ലോറൈഡ് റൂം ടെമ്പറേച്ചറിൽ എടുക്കുക, എന്നിട്ട് അതിലൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യിപ്പിക്കുക. അതിനുശേഷം സോഡിയം ക്ലോറൈഡ് നമ്മൾ ചൂടാക്കുക, എന്നിട്ട് ഇലക്ട്രിസിറ്റി നമ്മൾ പാസ് ചെയ്യുക. അപ്പം ചൂടാക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഇലക്ട്രിസിറ്റിന്റെ അളവ്, കറന്റിന്റെ അളവ്, ഉപ്പിലൂടെ പോകുന്ന കറന്റിന്റെ അളവ് കൂടുതലായിട്ടാണ് കാണുന്നത്. അപ്പം അതിന് കാരണം ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഉപ്പുവെള്ളത്തിൽ ആരാളുള്ളത്? സോഡിയം ക്ലോറൈഡ് ആണുള്ളത്. Na+ഉം Cl-
ഈ Na+ഉം Cl- തമ്മിൽ സ്ട്രോങ് അയോണിക് ബോണ്ട് ഉണ്ട്. അപ്പൊ ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ Na+ഉം Cl- ഡിസോസിയേറ്റ് ചെയ്യും. അപ്പം ഡിസോസിയേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായി Na+ പെട്ടെന്ന് മൂവ് ചെയ്യും, Cl- പെട്ടെന്ന് മൂവ് ചെയ്യും. അതായത് അയോണിക് ബോണ്ടിനെ വീക്ക് ആക്കി മാറ്റും. Na+ഉം Cl- സ്ട്രോങ് അട്രാക്റ്റീവ് ഫോഴ്സ് ആണുള്ളത്, സ്ട്രോങ് അയോണിക് ബോണ്ട് ആണുള്ളത്. അപ്പൊ ചൂടാക്കുമ്പോൾ ഈ ബോണ്ട് വീക്കായി മാറും. അപ്പോൾ Na+ഉം Cl- പെട്ടെന്ന് മൂവ് ചെയ്യും. അതിന്റെ ഫലമായി ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യും? കൂടും. അതാണ് പറയുന്നത്. When temperature increases, electricity increases. It is due to increase in the dissociation of electrolyte. ഇലക്ട്രോലൈറ്റിന്റെ ഡിസോസിയേഷൻ കൂടും. HCl ആണെങ്കിൽ HCl ഡിസോസിയേറ്റ് ചെയ്താണ് നിൽക്കുന്നത്. HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് H+ഉം Cl- ആണ്. പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ്? HCl എന്നൊരു സ്ട്രോങ് ആസിഡ് ആണ്. അപ്പൊ അതിൽ H+ ഉണ്ട്, Cl- ഒക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ മൂവ്മെന്റ് പെട്ടെന്നാണ്. H+ഉം Cl- തമ്മിൽ HCl ഒരു ബോണ്ട് ഉണ്ട് അല്ലെ? അതിനെന്താണ്? ഒരു കോവാലന്റ് ബോണ്ട് ഉണ്ട്. ഇവിടെയും എന്ത് ചെയ്യും? അത് പെട്ടെന്ന് വീക്ക് ആക്കി മാറ്റും ചൂടാക്കുമ്പോൾ. അപ്പം അതായത് ഡിസോസിയേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ഇൻക്രീസ് ചെയ്യും. ഇനി എക്സാമ്പിൾ, ഗോൾഡ്, സിൽവർ, അലൂമിനിയം, ഗ്രാഫൈറ്റ് ഒക്കെ എക്സാമ്പിൾ ആണ് എന്തിന്റെ? മെറ്റാലിക് കണ്ടക്ടർ. അതേപോലെ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടറിന്റെ എക്സാമ്പിൾ HCl, H2SO4, NaOH, KOH, അക്വസ് ആൻഡ് മോൾട്ടൻ സോഡിയം ക്ലോറൈഡ്. വെറും സോഡിയം ക്ലോറൈഡ് എന്ന് എഴുതരുത്, വെറും പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന് എഴുതരുത്. അക്വസ്, ഞാൻ പറഞ്ഞില്ലേ, സോളിഡ് സോഡിയം ക്ലോറൈഡ് ഇലക്ട്രിസിറ്റിനെ ഫ്ലോ ചെയ്യിപ്പിക്കില്ല. അതുകൊണ്ട് അക്വസ് ആൻഡ് മോൾട്ടൻ, ഉരുകിയ സോഡിയം ക്ലോറൈഡും അതേപോലെ തന്നെ മോൾട്ടൻ തന്നെ ഉരുകിയത്, അക്വസ് എന്ന വെള്ളത്തിൽ ലയിപ്പിച്ച സോഡിയം ക്ലോറൈഡും പൊട്ടാസ്യം ക്ലോറൈഡും ഒക്കെ എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റിനെ ഫ്ലോ ചെയ്യും. ഇതാണ് ഡിഫറൻസ്. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, മെറ്റാലിക് കണ്ടക്ടറും ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടറും തമ്മിലുള്ള ഡിഫറൻസ്. ഒന്നാമത്തെ എന്താണ്? ഇലക്ട്രിസിറ്റിക്ക് കാരണം മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺ. ഇവിടെ എന്താണ്? അയോൺ. ഇവിടെ മാസ് ട്രാൻസ്ഫർ ഇല്ല, കാരണം ഇലക്ട്രോൺ ആണ് മൂവ് ചെയ്യുന്നത്. ഇലക്ട്രോണിന്റെ മാസ് നെഗ്ലിജിബിൾ ആണ്. ഇവിടെ മാസ് ട്രാൻസ്ഫർ ഉണ്ട്, കാരണം അയോണുകളാണ്. ഒരു മോൾ Na+ മൂവ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23 ഗ്രാം Na+ മൂവ് ചെയ്തു എന്നാണ്. അപ്പൊ മാസ് ആണത്, അതിന് മാസ് ഉണ്ട്. ഇവിടെ ഫിസിക്കൽ ചേഞ്ച് ആണ് ഉള്ളത്. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇലക്ട്രിസിറ്റി കോപ്പർ വയറിലൂടെ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ അത് ചൂടാവും, അല്ലെ? കമ്പി ചൂടാവുമല്ലോ. ആ ഒരു ഫിസിക്കൽ ചേഞ്ച് ആണത്. അതേപോലെ തന്നെ ഷേപ്പിലൊക്കെ ചില ചേഞ്ചുകൾ ചില സമയത്ത് വരും. ഇവിടെ കെമിക്കൽ ചേഞ്ച്. ഉപ്പ് വെള്ളത്തിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഉപ്പ് സോഡിയം ക്ലോറൈഡ് സോഡിയവും ക്ലോറിനുമായി മാറും. അതൊരു പുതിയൊരു സബ്സ്റ്റൻസ് ആയി മാറും കേട്ടോ. അപ്പൊ അതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. പിന്നെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റി കുറയും മെറ്റാലിക് കണ്ടക്ടറിൽ, കാരണം റെസിസ്റ്റൻസ് കൂടും. ഇവിടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടറിൽ ഇലക്ട്രിസിറ്റി ഹീറ്റ് ചെയ്തിട്ട് ടെമ്പറേച്ചർ കൂട്ടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റി ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഇലക്ട്രിസിറ്റി ഇൻക്രീസ് ചെയ്യും. കാരണം എന്താണ്? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഡിസോസിയേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് നടക്കും. അതുകൊണ്ടാണ് അങ്ങനെ കൂടാൻ കാരണം. എക്സാമ്പിൾ ഗോൾഡ്, അലൂമിനിയം. ഇവിടെ HCl, H2SO4, NaOH, അക്വസ് ആൻഡ് മോൾട്ടൻ സോഡിയം ക്ലോറൈഡ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അയോണിക് കോമ്പൗണ്ട് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ ദി സോളിഡ് സ്റ്റേറ്റ് സിൻസ്, കാരണം എന്താണ്? ദർ ഈസ് നോ മൂവ്മെന്റ് ഓഫ് അയോൺസ് ഇൻ ദി സോളിഡ് സ്റ്റേറ്റ്. അതാണ് കാരണം കേട്ടോ. അയോണിക് കോമ്പൗണ്ട്സ് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഡു നോട്ട് കണ്ടക്ട് പാസ് ചെയ്യില്ല ഇലക്ട്രിസിറ്റി ഇൻ ദി സോളിഡ് സ്റ്റേറ്റ് സിൻസ് ദർ ഈസ് നോ മൂവ്മെന്റ് ഓഫ് അയോൺസ് ഇൻ ദി സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിൽ അയോണുകളൊക്കെ വളരെ അടുത്തായിരിക്കും, അല്ലെ? സോളിഡും ലിക്വിഡും ഗ്യാസും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാം. സോളിഡ് ആവുമ്പം അതിലെ പാർട്ടിക്കിൾ വളരെ അടുത്തായിരിക്കും, ലിക്വിഡ് ആണെങ്കിൽ കുറച്ച് അകലെയായിരിക്കും, ഗ്യാസ് ആണെങ്കിൽ വളരെ അകലെയായിരിക്കും കേട്ടോ. അപ്പൊ സോളിഡ് സോഡിയം ക്ലോറൈഡിൽ നിങ്ങൾ എത്ര ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിഞ്ഞാലും എന്ത് ചെയ്യില്ല? ഇലക്ട്രിസിറ്റി അതിലൂടെ ഫ്ലോ ചെയ്യില്ല. പക്ഷെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് ഫ്ലോ ചെയ്യും. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഈ അയോണിക് ബോണ്ട് ഉണ്ടല്ലോ, വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ NaCl എന്തായി മാറും? ആ ബോണ്ടിന്റെ ശക്തി കുറച്ച് കുറയും. അതേപോലെ ഉരുക്കുമ്പോഴും അങ്ങനെ. നമ്മൾ ഉരുക്കുമ്പോൾ എന്താ സംഭവിക്കുക?
Na+ഉം Cl- തമ്മിലുള്ള ബോണ്ടിന്റെ ശക്തി കുറച്ച് കുറയും കേട്ടോ. ഓക്കെ, ഇനി ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എന്താണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞത്? എന്താണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എ സബ്സ്റ്റൻസ് വിച്ച് പാസ്. എന്താണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? A substance which pass electricity through it due to the movement of ion is called electrolyte. Electrolyte എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? A substance which pass electricity through it due to the movement of ions. അതാണ് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റ് കാരണം ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടറിന്റെ മറ്റൊരു പേരാണ് എന്ത്? ഇലക്ട്രോലൈറ്റ് കേട്ടോ. അപ്പൊ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടർ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. HCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോലൈറ്റ് ആണ്, അതേസമയം തന്നെ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടർ ആണ്. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. രണ്ട് പേരിൽ പറയുന്നുണ്ട്. ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രോലൈറ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇലക്ട്രോലൈറ്റിന്റെ ഡെഫിനിഷൻ ചിലപ്പോൾ ചോദിക്കും, ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടറിന്റെ ഡെഫിനിഷൻ ചോദിക്കും. അപ്പൊ ഇലക്ട്രോലൈറ്റ് പറഞ്ഞാൽ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടറിന്റെ അതേ ഡെഫിനിഷൻ നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ, ബാക്കി നമുക്ക് ഇതിന് എക്സാമ്പിൾ കേട്ടോ. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടറിനുള്ള എക്സാമ്പിൾ ഇവിടെ കൊടുത്താൽ മതി. HCl, H2SO4, NaOH നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അതന്നെയാണ് കേട്ടോ. മോൾട്ടൺ ആൻഡ് അക്വസ് സോഡിയം ക്ലോറൈഡ് എക്സെട്ര കേട്ടോ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.